നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആധാർ അപ്ഡേറ്റ് ചെയ്തു എല്ലാവരും. നമുക്ക് ഫ്രീ ആയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള തീയതി ഡിസംബർ 14 അത് മാർച്ച് 14 വരെ നീട്ടിയിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് ഇപ്പോൾ വീണ്ടും 2024 ജൂൺ 14 വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്യാത്തവർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോണിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡേറ്റിനെ പറ്റി പറയാം, 2024 ജൂൺ വരെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആധാറിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. നമുക്ക് എപ്പോൾ അതിൽ അപ്ഡേഷൻ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അക്ഷയ, CSC, മറ്റു ജനസേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ ആധാർ എൻറോൾമെന്റ് സെന്ററിലെല്ലാം പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. 50-100 രൂപ ഫീസാണ് വരിക. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്രീ ആയിട്ട് അപ്ഡേഷൻ ചെയ്യാനുള്ളതാണ്. അതും നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനിൽ ചെയ്യാനാണ് കേട്ടോ ഫ്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. അക്ഷയ പോലുള്ള സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പോയാലും പൈസ കൊടുക്കണം. ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് പറയണത്. പിന്നെ വിദേശത്തുള്ളവർക്ക് ഒരു പേടിയും വേണ്ട. നിങ്ങൾ എന്ന് നാട്ടിൽ വരുന്നോ അന്ന് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ ഫോൺ നമ്പർ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഓൺലൈനായിട്ടൊന്നും പറ്റില്ല. ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോയാൽ തന്നെ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ്. ഇനി എങ്ങനെ നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് കാണിക്കാം. അതിനു മുന്നേ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോ, അതായത് നമ്മൾ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയും പ്രൂഫ് ഓഫ് അഡ്രസ്സും വെക്കാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി വെക്കാറുള്ളത് പാൻ കാർഡാണ്. പ്രൂഫ് ഓഫ് അഡ്രസ് ആയിട്ട് നമ്മൾ വോട്ടർ ID വെക്കാം. പിന്നെ മറ്റു കുറേ സംഭവങ്ങൾ അതിലുണ്ട് കേട്ടോ. അതായത് അതിലേതാന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് വെക്കുക. ഇത് ചിലപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് JPG എന്നുള്ള ഫോർമാറ്റിൽ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് PDF ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അഡോബ് സ്കാൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അഡോബി എന്നൊക്കെ പറയും. അതിന്റെ അഡോബ് സ്കാൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഏത് ഇമേജിനെയും നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജിനെയോ PDF ആക്കാൻ പറ്റും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നേരെ സൈറ്റിലേക്ക് പോകാം. ഗൂഗിൾ ക്രോം എടുക്കുക. myAadhar.uidai എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണും. myAadhar.uidai.gov.in ആണ്. അതിൽ പോവുക. എന്നിട്ട് ലോഗിൻ എന്നുള്ളത് കൊടുക്കുക. ആ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ ആധാർ നമ്പർ, എൻ്റർ ക്യാപ്ച എന്നുള്ളത് ആ കോളത്തിൽ കാണുന്നതുണ്ടല്ലോ, അക്ഷരങ്ങളും അക്കങ്ങളും കൂടെ, അതാണ് കേട്ടോ. എൻ്റർ ആധാർ നമ്പർ, നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ക്യാപ്ച കൊടുത്ത് ലോഗിൻ വിത്ത് OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു OTP വരും നമ്മുടെ ഫോണിലേക്ക്, അതായത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോണിലേക്ക്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതാണ്ടോ, ഇതെങ്ങനെ കാണും. അതിൽ എഴുതിയിട്ടുണ്ട് ദിസ് സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടിൽ 14/3/2024. സൈറ്റിൽ അങ്ങനെയാണെങ്കിലും 14 ജൂൺ 2024 വരെ നീട്ടിയിട്ടുണ്ട് കേട്ടോ. ഡോക്യുമെന്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വരും, അതിൽ നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. വീണ്ടും ഒരു നെക്സ്റ്റും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് വരും. പ്ലീസ് വെരിഫൈ യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് ഒക്കെ വരും. അത് ശരി തന്നെയല്ലേ എന്നുള്ളത് നോക്കുക. എന്നിട്ട് താഴത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ വെരിഫൈ ദാറ്റ് ദ എബോവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്നുള്ളത് കാണും. അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിന് ആദ്യം ഞാൻ ഇവിടെ കൊടുക്കുന്നത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, POI, അതായിട്ട് കൊടുക്കുന്നത് നമ്മൾ പാൻ കാർഡാണ്. ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്ത്യൻ പാസ്പോർട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിലുണ്ട് കേട്ടോ. നിങ്ങൾ കയറി നോക്കുമോ നിങ്ങൾക്ക് ഏതാ അനുയോജ്യം എന്നുള്ളത്. ഞാനിവിടെ പാൻ കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ളത് ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഫോണിന്റെ ഫയൽസിൽ പോയിട്ട് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഇങ്ങനെ വന്നു, ഡോക്യുമെന്റ് ഫോർമാറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഞാനത് PDF ചെയ്യാന്ന് കരുതി. ഞാനത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനായിട്ട് നമുക്കൊരു ആപ്പ് വേണ്ടത് അഡോബി സ്കാൻ എന്നുള്ളതാണ്. ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകും. അത് എടുക്കുക. അതിൽ നമുക്ക് ഏത് ഇമേജ് കൊടുത്താലും PDF ആയിട്ട് കിട്ടും. അതിൽ തന്നെ ഓപ്ഷൻ വരും ഇമേജ് എന്നുള്ളത്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ പാൻ കാർഡാണ്, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിനെ ഞാനൊരു PDF ആക്കിയിട്ട് മാറ്റി. അതുപോലെ തന്നെ എനിക്ക് വേണ്ട പാൻ കാർഡും വോട്ടർ ID ഞാൻ PDF ആക്കി മാറ്റിയാണ്. എന്നിട്ട് വീണ്ടും അതിൽ പോയിട്ട് അപ്ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫയൽസിൽ പോകുന്ന സമയത്ത് ഫയൽസ് തന്നെ സൈഡിൽ കാണാൻ പറ്റും അഡോബി സ്കാൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്തത് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്താൽ മതി, അപ്ലോഡ് ആകും. അതിനുശേഷം കണ്ടോ താഴത്തെ പ്ലീസ് അപ്ലോഡ് പ്രൂഫ് ഓഫ് അഡ്രസ്സ്. ഈ അഡ്രസ്സിനും ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ നോക്കൂ, വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിവിടെ വോട്ടർ ഐഡന്റിറ്റി കാർഡ് എന്ന് ഏറ്റവും താഴത്ത് കാണുന്നതാണ്. അത് ഓക്കെ കൊടുത്തു. അത് ഞാൻ ഇതുപോലെ ഓൾറെഡി PDF ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെ വരും. കണ്ടോ, ഞാൻ താഴത്തുണ്ടോ ഐ ഹിയർ ബൈ ഗീവ് മൈ കൺസെന്റ് എന്ന് പറഞ്ഞോടെ അത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴത്ത് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇങ്ങനെ വരും. പ്ലീസ് കൺഫേം യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഇൻ ദ ഡോക്യുമെന്റ്സ് എക്സാക്ട്ലി മാച്ചസ് വിത്ത് യുവർ ഡെമോക്രാറ്റിക് ഡീറ്റെയിൽസ് ഇൻ ആധാർ. പ്ലീസ് ക്ലിക്ക് ഓൺ ഓക്കെ ടു കൺഫേം എന്നുള്ളത് കാണും. ഓക്കെ എന്നുള്ളത് കൊടുത്താൽ മതി. പിന്നെ അത് അപ്ഡേറ്റ് ആയിക്കോളും. ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നോക്കുക കേട്ടോ. ഇതിന്റെ ഹിസ്റ്ററി കാണാൻ വേണ്ടിയിട്ട് താഴത്ത് പോയി കഴിഞ്ഞാൽ ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളത് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും, ആ ഡേറ്റ് ഒക്കെ. അപ്പോൾ 10 വർഷം കഴിഞ്ഞവരാണ് ഇത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഈ ഭാഗത്ത് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്തൊരു സംശയം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ റെറ്റിന, കണ്ണിന്റെ അതൊന്നും വരില്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്ന ഡൗട്ട്. നമുക്കത് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാനുള്ള സൗകര്യം ആ സൈറ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ല ഫിംഗർ പ്രിന്റും കണ്ണും ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കിത് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ഏർപ്പെടുത്തില്ല. പിന്നെ ഇവിടെ അപ്ഡേറ്റ് ആകുക എന്നുള്ള കാര്യങ്ങൾ, നമ്മളുടെ പേര്, നമ്മുടെ അഡ്രസ്സ്,
ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തെറ്റായി കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടാവുക. അതായത് നമ്മുടെ അഡ്രസ്സൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഫിംഗർ പ്രിന്റും റെറ്റിനെ ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ, കാരണം അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളതല്ലേ. എന്നാലും അന്ന് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലരുടെ തെളിയാതെ പോയുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് മാത്രം. അതിന് ആധാർ എൻറോൾമെന്റ് സെന്ററിൽ തന്നെ പോകണം. പക്ഷേ ഇങ്ങനെ ചെയ്താലും അപ്ഡേറ്റ് ആകും എന്നുള്ളതാണ്. ഇതിപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റും ജൂൺ 14 വരെയാണ് 2024. ഒരു പക്ഷേ അത് നീട്ടാം, ഇനിയും 2, 3, 4 മാസമൊക്കെ നീട്ടാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ നീട്ടിയാലും നീട്ടിയിട്ടില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആധാർ എന്നുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ഫീസ് 50 രൂപ 100 രൂപ ആകും എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യേണ്ടത് മാത്രമാണ് ഈ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിദേശത്തുള്ളവരോട് വീണ്ടും പറയുന്നു, നിങ്ങൾ എന്ന് നാട്ടിലേക്ക് വരുന്നു അന്ന് ചെയ്താൽ മതി. ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ തന്നെ പോകണം. ഓക്കെ, ഇതൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ആധാർ ഹെൽപ്പ് ലൈൻ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്, 1947. എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.